നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാള ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് തിരുച്ചിക്ക് വരണ പോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സോ ഞാൻ തിരുച്ചിയിലിരുന്നാലും നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നു. അതാണ് കുറച്ച് ലേറ്റായി ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയം 2:45 പോലെ നോക്കുമ്പോൾ മാർക്കറ്റ് മുകളിൽ കയറിയിരിക്കുന്നു. മാർക്കറ്റ് 127 പോയിന്റ് പ്ലസ്സിലിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയും പ്ലസ്സിലിരിക്കുന്നു. ഇത് വളരെ എക്സ്പെക്റ്റഡ് ലൈൻസ് ആണ്. ഇതിനെ ഷാലോ ട്രേഡ് എന്ന് പറയും. അങ്ങനെയെന്ന് വെച്ചാൽ ഇന്ന് ഇന്റർനാഷണൽ മാർക്കറ്റ് ക്ലോസ്ഡ് ആണ്. അത് കാരണം മൺഡേ ട്യൂസ്ഡേ തന്നെ മാർക്കറ്റ് ഒക്കെ തിരികെ ഓപ്പൺ ആവും. സോ അതിന് മുമ്പേ പറഞ്ഞ ന്യൂസിനൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട. അതിന് മുമ്പേ പറഞ്ഞ ന്യൂസ് ഒന്നും നമുക്ക് അത്ര വലിയ യൂസ്ഫുൾ ആയിട്ടില്ല, വളരെ ട്രേഡും ആകത്തില്ല. ജനങ്ങൾ വെളിയിൽ വന്ന് ട്രേഡ് ചെയ്താൽ മാത്രം തന്നെ റിയൽ നമ്പേഴ്സ് ഒക്കെ വെളിയിൽ വരും. ഇന്ന് ഗോൾഡും സിൽവറും റിക്കവർ ആയിട്ടുണ്ട്. 13,600 കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു 24 ക്യാരറ്റ് ഗോൾഡ്. അതുപോലെ തന്നെ 18 ക്യാരറ്റ് ഗോൾഡും 11,000 കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒരു ക്ലിയർ റിഫ്ലക്ഷൻ ആണ്. മാർക്കറ്റ് മുകളിലും താഴെയും പൊയ്ക്കൊണ്ട് തന്നെ ഇരിക്കും. അത് കാരണം ഈ മാർക്കറ്റിങ്ങിന് ഇറങ്ങുന്ന സമയം നമ്മൾ പട്ടാസ് ലിസ്റ്റിലിരിക്കുന്ന സ്റ്റോക്കിന് 1, 2 എന്ന് കൺസിഡർ ചെയ്യാം. ഇന്ന് എല്ലാവർക്കും ഒരു നല്ല ന്യൂസ് ഉണ്ട്. ന്യൂ ഇയറിൽ ഞാൻ ചിരഞ്ജീവി എന്ന് പറഞ്ഞ ഒരു കാര്യം, അതായത് ചിരഞ്ജീവി ആയിട്ട് നമുക്ക് ജീവൻ തന്നത് ഒരു ITC ആണ്. അതായത് ITCയുടെ എക്സൈസ് ഡ്യൂട്ടിയും കോമ്പൻസേഷൻസിനെയും കയറ്റിയിരിക്കുന്നു. അതായത് 2 രൂപയിലിരുന്ന് സിഗരറ്റിന്റെ വില 5 രൂപ വരെ കയറാൻ പോകുന്നു. ചീപ്പസ്റ്റ് സിഗരറ്റ് 2 രൂപ, ഫിൽട്ടർ കുറച്ച് കൂടുതൽ. അതുപോലെ അതിനനുസരിച്ച് റേറ്റും കയറിക്കൊണ്ടേ പോകുന്നു. ഹയസ്റ്റ് ആൻഡ് മോസ്റ്റ് കോസ്റ്റ്ലിയസ്റ്റ് സിഗരറ്റ് വന്നിട്ട് 5 രൂപ. ഇപ്പോൾ എന്താണ് പേടി എന്ന് നോക്കിയാൽ സിഗരറ്റിനെ ആരും അടിക്കത്തില്ല. മാർക്കറ്റ് താഴെ വീഴും, വോളിയം കുറയും. ഇത് കാരണം ബിസിനസ് ലോസ് ആവും. ITC വളരെ ലോസ് ഫേസ് ചെയ്യും. സോ ITCനെ താഴെ ഡംപ് ചെയ്യും എന്നൊക്കെയാണ് ന്യൂസുകൾ ഇപ്പോൾ വരുന്നു. ഇൻഫാക്റ്റ് എൻ്റെ ടീം എന്ത് പറഞ്ഞു എന്നാൽ ഒരുപാട് ആൾക്കാർ എന്നെ തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് കമൻറ്റുകൾ. ഇതിൽ ഞാൻ സിമ്പിളായി എന്ത് പറയാൻ വരുന്നു എന്നാൽ, ഒരു 10% ഇടുന്നതിനെ നിങ്ങൾ ഇങ്ങനെ ഓടിപ്പോവുകയാണെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ ഇരിക്കേണ്ട ഒരു അംഗീകാരമുള്ള ആളായിട്ടല്ല. ഒരു കാലത്തിൽ 144 രൂപയ്ക്ക് ITCയെ കണ്ടതുപോലെ നിങ്ങളെ ലൈഫിൽ 4-5 പ്രാവശ്യം കാണും. അതിന് ഇതുപോലത്തെ ഒരു ബാഡ് ന്യൂസ് വരുന്ന സമയം മാർക്കറ്റ് താഴെ വീഴും. 2 ദിവസം നിങ്ങളുടെ അടുത്ത് ഞാൻ റീച്ച് ഔട്ട് ചെയ്തില്ല. നിങ്ങൾ ലഞ്ച് റേഞ്ചിൽ ITCയെ കൺസിഡർ ചെയ്തിരിക്കും 350 താഴെ പോയപ്പോൾ. ഇതാണ് ഒരു ചാൻസ്. അതാണ് നിങ്ങളടുത്ത് പറയണത്. ക്ഷമയോട് കാത്തിരിക്കണം, ചാൻസ് വരും എന്നാണ് പറഞ്ഞത്. എത്ര എന്തോളം ഇറങ്ങുന്നോ അത്ര എന്തോളത്തിന് നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ എത്രയ്ക്കാണ് ഇറങ്ങും എന്ന് ആരും കൊണ്ടും പറയാൻ പറ്റൂല. ITC ഒരു സിഗരറ്റ് കമ്പനി അല്ല. ITCയുടെ അടുത്ത് 10-12 ഡിഫറെൻറ്റ് കമ്പനീസ് അകത്തിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വട്ടം സംസാരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് അവരകത്തിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് നോട്ട്സ് ഇരിക്കുന്നു, ബിസ്ക്കറ്റ് കമ്പനികൾ ഇരിക്കുന്നു, ആശീർവാദ് ഗോതമ്പ ഇരിക്കുന്നു, ആശീർവാദ് സ്പൈസസ് ഇരിക്കുന്നു, ബിങ്കോ ചിപ്സ് ഇരിക്കുന്നു, നാച്ചുറൽ ജ്യൂസസ് ഇരിക്കുന്നു, സോപ്പ് ഇരിക്കുന്നു. എന്ത് റേഞ്ച് ഇരിക്കുന്നു, എല്ലാ എൻ്റെ റേഞ്ചും ഇരിക്കുന്നു. ഒരു ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെയും ഒരു നെസ്ലയും ചേർത്ത് വയ്ക്കുവാണെങ്കിൽ ചോക്ലേറ്റ് ഉണ്ട്. ലിസ്റ്റ് ഇടണമെങ്കിൽ ഒരു 13-14 കമ്പനി ഇടണം. 10 പോട്ടിയിൽ അവർ തന്നെ ഡോമിനേഷൻ. അഗർബത്തിയിലും അവരാണ് ഡോമിനേഷൻ. അവരെടുത്ത് ഒരു IT കമ്പനി ഇരിക്കുന്നു. ഇതൊക്കെ മാർക്കറ്റിനും അറിയത്തില്ല. മാർക്കറ്റ് വന്നിട്ട് ഇതിനെ ഒരു സിഗരറ്റ് കമ്പനിയായിട്ടാണ് നോക്കുന്നു. ഈ സിഗരറ്റിൻ്റെ ലാഭത്തിനെ എടുത്ത് മറ്റ് സ്ഥലങ്ങളിൽ അവർ ഇട്ടിരിക്കുന്നു. ഒരു സ്ഥലത്തിൽ ഒരു ആർട്ടിക്കിളിൽ എന്ത് പറയുന്നു എന്നാൽ, മറ്റ് സ്ഥലങ്ങളിലൊക്കെ അവർ ഇട്ടിരിക്കുന്നു, പക്ഷെ അവിടെയൊക്കെ ലാഭം കുറവാണ്. ഇപ്പോൾ സിഗരറ്റിനെയാണ് അവർ വിശ്വസിച്ചിരിക്കുന്നു. 75% ലാഭം അവർ സിഗരറ്റിനെ വിശ്വസിച്ചാണ് ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 5 വർഷത്തിന് മുമ്പ് ഈ 100% സിഗരറ്റിനെ വിശ്വസിച്ച് തന്നെ ഇരുന്നു ലാഭം. സിഗരറ്റ് ലാഭവും കയറി, മറ്റു ലാഭവും കയറി. വെറും 75% തന്നെ ഇപ്പോൾ സിഗരറ്റിലിരുന്ന് വരുന്ന പ്രോഫിറ്റ്. ടേൺ ഓവറിൽ വെറും 30% തന്നെ സിഗരറ്റിൻ്റെ ടേൺ ഓവർ. ഇവർ എന്ത് ചെയ്തു എന്നാൽ, മാർക്കറ്റിൽ അവരെ സ്ഥലം തക്ക വയ്ക്കാൻ വേണ്ടിയിട്ട് ഡിസ്കൗണ്ട് കൊടുത്ത് മാർക്കറ്റിൽ സ്ഥലം പിടിച്ചു. എല്ലാ സ്ഥലങ്ങളിലും സ്റ്റോപ്പ് 1, 2, 3 അവരിയ്ക്കുന്നു. ഫോർ എക്സാമ്പിൾ സൺഫീറ്റ് ബിസ്ക്കറ്റ്, ഇപ്പി നൂഡിൽസ്, ബിങ്കോ ചിപ്സ്. ITCയുടെ അടുത്ത് ഒരു ഫോർമിഡബിൾ ഡിസ്ട്രിബ്യൂഷൻ മെഷീൻ ഇരിക്കുന്നു. ക്ലാസ് നോട്ട്സ് എന്ന് പറയുന്നത് ഒരു വലിയ മെഷീനാണ്. അവർക്ക് GST ഇല്ല. ഞാൻ പറഞ്ഞതുപോലെ ചെറിയ വ്യാപാരം ചെയ്യുന്നവർക്ക് ഇൻപുട്ടിൽ GST ഉണ്ട്, പക്ഷെ ക്രെഡിറ്റ് ചോദിക്കാൻ പറ്റില്ല. ഇതുപോലെ ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. ഒരു 6-7 വർഷത്തിന് മുമ്പേ തന്നെ മറ്റ് FMCG എന്ന് പറയുന്ന കമ്പനിയൊക്കെ പ്രോഫിറ്റബിളായി. ഒരേ ഒരു ITC ഹോൾസെയിലാണ് നിങ്ങളുടെ അടുത്ത് തിരിച്ചു കൊടുത്തത്. ഇന്ന് അത് 200 രൂപയുടെ അടുത്താണ് വന്നിരിക്കുന്നത്. ഒരു ഷെയറിന് 20 രൂപ നമുക്കതിൽ കിട്ടിയായിരുന്നു. ഇന്ന് 40% ഹോട്ടൽസ് വന്നിട്ട് ഈ കമ്പനിയുടെ അകത്തിരിക്കുന്നു. ഇതുപോലെ പല ഹിഡൻ ജെംസ് ഒക്കെ ഇരിക്കുന്ന ഇവിടെ. ഇപ്പോൾ എന്താകും എന്ന് നോക്കുവാണെങ്കിൽ സിഗരറ്റിൻ്റെ മാർജിൻ കുറയും.
സിഗരറ്റ് മാർജിൻ കുറയുന്ന കാരണം പ്രോഫിറ്റ് കുറയും, വോളിയം കുറയും. ഇതൊക്കെ നോക്കുമ്പോൾ അടുത്ത 6-7 മാസത്തിന് ITCയുടെ വാല്യൂ ഫ്ലാറ്റ് ആകും, മൈനറായിട്ട് ഡിക്ലൈൻ ആവും. അത് ഈ ക്വാർട്ടറിൽ കാണാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ ഫെബ്രുവരി 1-ാം തീയതിയിലിരുന്ന് തന്നെ ഈ വില അറിയാൻ പറ്റും. ഇത് കാരണം അടുത്ത മാർച്ചിലിരുന്ന് ഡിസംബർ വരയ്ക്കും പ്രോഫിറ്റ് കുറയാം. അതിൻ്റെ ശേഷം തന്നെ പ്രോഫിറ്റ്സ് കയറാൻ തുടങ്ങും. സോ മറ്റ് ഡിവിഷനിലൊക്കെ പ്രോഫിറ്റ് കയറുന്ന കാരണം ഇവർക്കിതൊരു വലിയ പ്രോബ്ലമായിട്ട് ഇരിക്കാൻ ചാൻസ് ഇല്ല. സോ നിങ്ങൾ ധൈര്യമായിട്ട് ലഞ്ച് ലെവലിൽ ITC കൺസിഡർ ചെയ്യാം. പക്ഷേ ഒരു 20 ലഞ്ചിന് കാശിന് വച്ചിരിക്കണം. ഇറങ്ങുവാണെങ്കിൽ ഇന്നും വാങ്ങാം. അതായത് മാർക്കറ്റിൽ സിഗരറ്റ് 72 രൂപയ്ക്ക് പോകുമെന്ന് പറയുന്നു. ഇപ്പോഴേ എന്താകുമെന്ന് വെച്ചാൽ ഹൈ എൻഡ് സിഗരറ്റൊക്കെ ചൈനയിലിരുന്ന് സ്മഗിളായി വരും. വലിയ ബ്രാൻഡൊക്കെ സ്മഗിൾ ചെയ്ത് കൊണ്ടുവരും, അത് വിൽക്കും. അതേസമയം BD സെയിൽസ് ഇമ്പ്രൂവ് ആവും. നമ്മൾ ITCക്ക് ഒരു 6 മാസം ഇത് കാരണം ഒരു ഇമ്പാക്റ്റ് ഇരിക്കാം. അതിൻ്റെ ശേഷം വലുതായിട്ട് ഇമ്പാക്റ്റ് ഒന്നും ഇരിക്കത്തില്ല. ധൈര്യമായിട്ട് ലഞ്ച് ലെവലിൽ നിങ്ങൾ കൺസിഡർ ചെയ്യാം. പല കാര്യങ്ങളും ഇതിൻ്റെ പുറകെ ഇരിക്കുന്നു. സ്വർണം വെള്ളിയും 1979 ശേഷം ഒരേ വർഷത്തിൽ ഇത്രയും മാസീവ് വാല്യൂ കണ്ടതില്ല. മറ്റാൾക്കാരുടെ അടുത്ത് ഇന്നലെ മീറ്റിങ്ങിൽ പറഞ്ഞിട്ട് പോലെ അത്രയും വലിയ റിട്ടേൺ ഗോൾഡിൽ നിന്ന് വരുമെന്ന് നിങ്ങൾ ഈ കൊല്ലത്തിന് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ദമാൽ സ്ട്രീറ്റ് വന്നിട്ട് വളരെ ഫ്ലാറ്റായി തന്നെ ഇന്നലെ ട്രേഡായി. ഇന്നും വോള്യൂംസ് വളരെ ലോ ആയിരിക്കുന്നു. വലുതായിട്ടൊന്നും ചെയ്യേണ്ട. ഇന്ത്യയിലിരിക്കുന്ന ബില്ലേണിയർ ക്ലബ്ബ് കുറഞ്ഞുകൊണ്ടേ പോകുന്നു. എന്തെന്ന് പറഞ്ഞാൽ റുപ്പി വന്നിട്ട് വീക്കായിരിക്കുന്നു. ഇന്ന് മാർക്കറ്റ് ഇത്രയും അപ്പായിരുന്നാലും റുപ്പി ഇന്ന് 19 rupees 80 പോയിരിക്കുന്നു. റുപ്പി വീക്കണാകുന്നത് മാർക്കറ്റിനെ കഷ്ടപ്പെടുത്തുന്നു. ടൈറ്റിലിൽ എന്ത് പറയുന്നു വെച്ചാൽ സ്വർണ്ണമല്ലാതെ മറ്റേ ബിസിനസ്സേ $2 billion ക്രോസ് ആകും എന്ന് പറയുന്നു. സോ കോർ ജ്വല്ലറി ബിസിനസ്സിൽ ഡിപ്പെൻഡൻറ്റ് കുറയും. വില കയറുന്നൊപ്പം അത് കുറയും എന്ന് പറയുന്നു. UPA വന്നിട്ട് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് 300 trillion crore രൂപയ്ക്ക് ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നു. ട്രില്യൺ എന്ന് പറയുന്നത് 1 ലക്ഷം കോടി, 300 ലക്ഷം കോടി 2025 ട്രാൻസാക്ഷൻ ആയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ചെറിയ ചെറിയ പേയ്മെൻറ്റ്സിനെയും ജനങ്ങൾ വന്നിട്ട് UPI മൂലമാണ് ചെയ്യുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ UPIയുടെ യൂസേജ് കൂടിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് പോലെ ക്രിപ്റ്റോയ്ക്കും UPIക്കും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. കാശിന് കയ്യിൽ തൊടാതെ ഇങ്ങനെ ഡയറക്റ്റായി ഡീൽ ചെയ്യുന്നു. മഹീന്ദ്ര എന്ന് പറയുന്നു വെച്ചാൽ എല്ലാ കമ്പനിയിലും, അതായത് അവരുടെ തിരിക്കുന്ന പല കമ്പനിയിൽ AI ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പോണതായിട്ട് പറഞ്ഞിരിക്കുന്നു. ഫോഴ്സ് മോട്ടോഴ്സ് എന്ന ആള് ടൂറിസ്റ്റ് ട്രാൻസിനോർ പോയ വർഷം 1100 വണ്ടി വിറ്റ സ്ഥലത്തിൽ അതിലിരുന്ന് കയറി 2000 വണ്ടിയിലെടുത്ത് ഹോൾസെയിലായി വിറ്റിരിക്കുന്നു. വലുതായിട്ട് ഡിമാൻഡ് റൈസായിരിക്കുന്നു. വോഡഫോണിന് സാധകമായിട്ട് ഗവൺമെൻറ് എടുത്ത കാരണം, അതായത് ഡിസിഷൻ എടുത്ത കാരണം ഷെയറിൻ്റെ വില കയറിയിരിക്കുന്നു. പ്രൊമോട്ടർ ഞാൻ ഇന്നും കാശിനെ ഇടുമെന്നാണ് പറഞ്ഞിരിക്കുന്നു. പലവട്ടം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതുവരേക്കും കാശ് ഇട്ടതുപോലെ ഒന്നുമല്ല. EV മാർക്കറ്റ് റേസ് വന്നിട്ട് വളരെ കൈത്തനായിരിക്കുന്നു. നമ്പർ 1 പ്ലെയർ TVS കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ബജാജ് നമ്പർ 2 ആണ്. ഏത്തർ നമ്പർ 3, ഓല ഡിസ്റ്റൻ നമ്പർ 4. പെട്ടെന്ന് ഹീറോ മോട്ടറും അവർ ടേക്ക് ഓവർ ചെയ്യും. ഹീറോ മോട്ടോർ കാർപ്പിൻ്റെ സെയിൽസ് ഡിസംബറിൽ ഹോൾസെയിലായിട്ട് 40% കയറിയിരിക്കുന്നു. TVSൻ്റെ ഓവറാൾ സെയിൽസ് 50% കയറിയിരിക്കുന്നു. സോ 2 വീലറിൻ്റെ ഡിമാൻഡ് വെരി സ്ട്രോങ് ആയിരിക്കുന്നു എന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നു. EV 2 വീലർ സെയിൽസും ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിരിക്കുന്നു. പക്ഷേ ഈ സ്റ്റോക്കെല്ലാം ഇപ്പോൾ 52 വീക്ക് ഹൈന് കഴിഞ്ഞ് എവിടെയോ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ലാസ്റ്റായിട്ട് വാറൻ ബഫറ്റ് റിട്ടയർഡ് ആയിരിക്കുന്ന കമ്പനിയുടെ ചെയർമാൻ ആയിരുന്നാലും CEO ആയിട്ട് അവരെ ലാസ്റ്റ് ഏരിയ, അതായത് ഈ വർഷം വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു. ഗാരി പർച്ചേസ് കിട്ടാത്ത കാരണം ക്യാഷ് ഫയലിലെ കയറ്റേണ്ടേ പോയി $400 billion മുകളിൽ ട്രഷറി ഈൽഡിൽ വച്ചിരിക്കുന്നു. അത് ഇയർലി 4% വട്ടിയാണ്. വർഷത്തിന് $16 billion അവർക്ക് വരുന്നു. രൂപ ഇന്നും വീക്കായിക്കൊണ്ടിരിക്കുന്നു. ITCനെ നിങ്ങൾ മറക്കണ്ട. നന്ദി, നമസ്കാരം.